പ്രൈസിങ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ലോവസ്റ്റ് പ്രൈസ്, ഇത് പ്രീമിയം പ്രൈസ്. ഈ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ച് കച്ചവടം കിട്ടുമായിരിക്കും ഏറ്റവും വില കുറച്ച് കൊടുത്താൽ. പക്ഷേ ഇതിനേക്കാൾ 5 രൂപ കുറച്ച് വേറൊരുത്തൻ കൊടുത്താൽ ഇവന്മാർ ഓടി അവിടേക്ക് പോകും. അതുകൊണ്ട് തന്നെ വേറൊരുത്തൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. ഇവിടെ കളിക്കുമ്പോഴത്തെ പ്രശ്നം എന്താ? നമുക്ക് നല്ല സ്റ്റാഫിനെ വെക്കാൻ പറ്റില്ല, കാരണം പ്രോഫിറ്റ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 4 ടൈപ്പ് എംപ്ലോയീസ് ഉണ്ട്. ഒന്ന് എ ടൈപ്പ് എംപ്ലോയി. ഇവരെന്താണ്? ഹൈലി കമ്മിറ്റഡ്, ഹൈലി സ്കിൽഡ്, കഴിവുള്ള നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്. ഇവർക്ക് നല്ല സാലറി കൊടുക്കണം. നല്ല സാലറി കൊടുക്കണമെങ്കിൽ വില കുറച്ച് വിറ്റുകൊണ്ടിരുന്നാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കൂടെ ആരേ ഉള്ളൂ? രണ്ടാമത്തെ കാറ്റഗറി ബി. ഇവന് കഴിവില്ല പക്ഷെ കൂറുണ്ട്. കഴിവില്ല, കൂറുണ്ട്. ഇത് നമ്മുടെ കൂട്ടുകാരനാവാം, ഇത് നമ്മുടെ അപ്പച്ചിയുടെ മോനാവാം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്തുവാ നടക്കുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരൊറ്റ ഏക്കാരനേ ഉള്ളൂ. ആരാ? ഞാൻ. അത് തന്നെ, ഒറ്റേ ഉള്ളൂ ഞാൻ. ഇനി 4മത്തെ ഒരെണ്ണം ഉണ്ട്, ഡി. ഡി എന്താ? ഫ്രഷറാ. ഇവന് കമ്മിറ്റ്മെൻറ്റും ഇല്ല, സ്കില്ലും ഇല്ല, പുതിയ പയ്യനാ. വേറൊരുത്തനുണ്ട്, സി. ക്യാൻസർ. കഴിവുണ്ട് പക്ഷെ കൂറില്ല. കഴിവുണ്ട്, കൂറില്ല. എപ്പോൾ അവസരം കിട്ടിയാലും മുതലാളിക്കിട്ടും കമ്പനിക്കിട്ടും പ്രൊഡക്റ്റിനിട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. അപ്പോൾ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് നമ്മളുടെ വാലായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. ഇവൻ ക്യാൻസർ. ഇവൻ പുതിയൊരു സ്റ്റാഫ് വരുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇവൻ്റെ കൂടെ ഫീൽഡിൽ വിടും. എന്തിന്? ട്രെയിനിങ്. ഇവൻ ചോദിക്കും, എങ്ങനുണ്ട് സാർ ഈ കമ്പനി? ഒന്നും അറിയാതെ വന്ന് കയറിയതില്ലയോ? ട്രെയിനിങ്ങാ. ഈ ക്യാൻസർ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പറക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം ഇവനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുണ്ടാക്കുന്നത് നമ്മുടെ വില കൂടുതലാണെന്നും നമുക്ക് വില കൂട്ടാൻ പറ്റത്തില്ലെന്നും നമ്മൾ വില കുറച്ച് കൊടുത്താലേ കച്ചവടം നടക്കത്തുള്ളെന്നും നമ്മളെ മുടിപ്പിക്കാൻ വേണ്ടി ഇവൻ പറയുന്നതാ. ഇത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ വില കൂട്ടി വിൽക്കാൻ പറ്റുന്നു, ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്നു? അതിൻ്റെ അർത്ഥം എന്താ? ഇവനത് വിൽക്കാനുള്ള കഴിവില്ല. ഇവന്മാർക്ക് 3നും അതിനുള്ള കഴിവില്ല. ആ കഴിവുള്ളവന്മാരെ എടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ലാത്തതാ പ്രശ്നം. അങ്ങനെയുള്ള എംപ്ലോയീസിനെ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ലെന്നേ. സോ ലോവസ്റ്റ് പ്രൈസിൽ കളിച്ചാൽ ആ കിട്ടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ 12,000 രൂപയെ കൊടുക്കാൻ പറ്റൂ. 1,00,000 രൂപ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. മാത്രമോ ഈ കളി കളിക്കുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. കാരണം നോ മാർജിൻ ഫോർ എറർ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്കുകൾ സംഭവിക്കും. നമ്മൾ പല ഐഡിയാസ് നടപ്പാക്കും, അപ്പോൾ ചിലത് പാളിപ്പോവും. അത് താങ്ങാൻ പറ്റണം. പക്ഷേ ലോവസ്റ്റ് പ്രൈസിൽ കളിക്കുകയാണെങ്കിൽ താങ്ങാൻ പറ്റില്ല. ഇവിടെ എന്ത് സംഭവിക്കും? ഇതൊരു നെഗറ്റീവ് സൈക്കിളിലേക്ക് അങ്ങ് മാറും. അപ്പോൾ വില കുറച്ച് വിൽക്കുന്നു, അപ്പോൾ എന്തുണ്ട്? നോട്ട് മേക്കിംഗ് ഇനഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇല്ല. പ്രോഫിറ്റ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സി ആൻഡ് ഡി പ്ലെയേഴ്സിനെ ജോലിക്കെടുക്കും. സിയും ഡിയും ക്യാൻസറസ് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരെ എടുക്കും. ഇവന്മാരെ എടുത്തു വെക്കും. ഇവന്മാർക്ക് ഒരിക്കലും കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇവർ തിരിച്ചു വരത്തില്ല, വീണ്ടും മേടിക്കാൻ വരത്തില്ലെന്നേ. അപ്പം എന്തായി? കച്ചവടം കുറയുമ്പോൾ നമ്മൾ വീണ്ടും വില കുറയ്ക്കും. വീണ്ടും വില കുറയ്ക്കുമ്പോൾ വീണ്ടും മാർജിൻ ഇല്ല. ഇവനെ പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറിപ്പോവും. വീണ്ടും കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആകും, വീണ്ടും വില കുറയ്ക്കും. ഇതൊരു നെഗറ്റീവ് സൈക്കിളായിട്ട് മാറും. എന്ത് സൈക്കിൾ? നെഗറ്റീവ് സൈക്കിൾ. വില കുറച്ച് വിറ്റാലുള്ള കുഴപ്പം എന്താ? നെഗറ്റീവ് സൈക്കിൾ. മാർക്കറ്റ് ചെയ്യാൻ പോലും പൈസ കാണത്തില്ലെന്നേ. ഏത് ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കാൻ പറ്റുന്നില്ല, ആ ബിസിനസ് തീർന്നു.